ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഡേറ്റാബേസ് ആഡ് ചെയ്യുന്നതെന്ന് കാണാം. ഓക്കെ, അപ്പം അതിനായിട്ട് ഈ ബിൽഡിൽ ഫയർബേസിൽ ബിൽഡ് എടുത്തിട്ട് അതിൽ ഫയർസ്റ്റോർ ഡേറ്റാബേസ് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ഡേറ്റാബേസ് കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ടെസ്റ്റ് മോഡ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ മോഡും ടെസ്റ്റ് മോഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂൾസ് വ്യത്യാസമായിരിക്കും. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റ് മോഡാണെങ്കിൽ അലോ റീഡ് റൈറ്റ് ഇഫ് ഫോൾസ് ആണ്. അപ്പോൾ അത് എന്തെങ്കിലും കണ്ടീഷൻ കൊടുത്തിട്ടായിരിക്കും. ടെസ്റ്റ് മോഡ് ഇവിടെ ഞാനാണെങ്കിൽ ടെസ്റ്റ് മോഡാണെങ്കിൽ എപ്പോഴും ഒരു ടൈമിനുള്ളിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റീഡ് റൈറ്റ് പറ്റും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ലൊക്കേഷൻ ഏതാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ലേൺ മോർ കൊടുത്താൽ മതി. നിങ്ങളുടെ ഏരിയ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റേത് ഏഷ്യ സൗത്ത് ആണ് എന്തോ ആണ്. ഓക്കെ, എന്നിട്ട് എനേബിൾ കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഡേറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്പ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ സംഭവങ്ങൾ ഡേറ്റാബേസിൻ്റെ ഫങ്ഷണാലിറ്റീസൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഡേറ്റാബേസ് സർവീസസ് എടുക്കുക. ഇവിടെ നമ്മളത് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഡേറ്റാബേസിൻ്റെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളിവിടെ ക്ലൗഡ് ഫയർസ്റ്റോർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇമ്പോർട്ട് ക്ലൗഡ് ഫയർസ്റ്റോർ. അതുപോലെ ഫയർബേസ് ഓത്തും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ഫയർബേസ് ഓത്ത്. ഓക്കെ, ഇത് കളയാം. എന്നിട്ട് അത് കഴിഞ്ഞ് ഡേറ്റാബേസ് സർവീസസിനകത്ത് നമുക്ക് ആദ്യം ഫയർബേസ് ഫയർസ്റ്റോറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കാം. .instance. ഓക്കെ, എന്നിട്ട് നമുക്ക് ആദ്യം ചാറ്റ് റൂം ആഡ് ചെയ്യുന്ന ഫംഗ്ഷൻ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഫ്യൂച്ചർ വോയിഡ് കൊടുക്കുക. എപ്പോഴും ആഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. അത് മാത്രമല്ല റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ല അതിന്. ഫ്യൂച്ചർ വോയിഡ്, എന്നിട്ട് ഫംഗ്ഷന് പേര് കൊടുക്കുക. അപ്പം ആഡ് ചാറ്റ് റൂം എന്ന് ഞാൻ കൊടുക്കുക. ഇത് അസിങ്ക് ആണ്, ഫ്യൂച്ചർ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പാരാമീറ്റേഴ്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒരു സ്ട്രിങ് ഗ്രൂപ്പിൻ്റെ പേര്, ഗ്രൂപ്പ് നെയിം, അതുപോലെ ടൈമും. ഓക്കെ, സ്ട്രിങ് ടൈം. ഓക്കെ, എന്നിട്ട് ഫംഗ്ഷൻ്റെ ബോഡിയുടെ അകത്തിട്ട് ആദ്യം ഒരു ഡോക്ക് റെഫ് ക്രിയേറ്റ് ചെയ്യുക. ഫൈനൽ ഡോക്ക് റെഫ് ഈക്വൽ ടു, ഇതൊരു ഡോക്യുമെൻറ്റ് റെഫറൻസ് ആണ്. ഓക്കെ, await Firebase Firestore .collection. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റാബേസിൽ കളക്ഷൻ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ ആഡ് ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ കളക്ഷൻ എല്ലാം ആഡ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ചാറ്റ്സ് കൊടുക്കുക. ചാറ്റ്സ് .add, എന്നിട്ട് അവിടെ നമ്മൾ ഡേറ്റ കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് പേര്, ഗ്രൂപ്പ് ചാറ്റ് റൂമിൻ്റെ പേര്. ഓക്കെ, എന്നിട്ട് അവിടെ നമുക്ക് ഗ്രൂപ്പ് നെയിം കൊടുക്കാം. അതുപോലെ നമുക്ക് അത്രയും ഇവിടെ കൊടുത്താൽ മതി. ഇനി നമ്മളിത് അപ്ഡേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഡോക്യുമെൻറ്റ് റെഫറൻസ് കിട്ടും. ഈ റെഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ മെസ്സേജസ് ആ ചാറ്റ് റൂം മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു ഫീൽഡായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാമത് വീണ്ടും ഇത് എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് നമ്മൾ await, എന്നിട്ട് ഈ ഡോക്ക് റെഫ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡോക്ക് റെഫ് .set നമുക്ക് വാല്യൂസ് അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂസ് എല്ലാം റീപ്ലേസ് ചെയ്താണ് ഈ വാല്യൂസ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൻ്റെ പേരും ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇതുപോലെ കൊടുക്കുക. Ctrl+C, Ctrl+V. ഓക്കെ, അതുപോലെ ID കൊടുക്കുക. അപ്പോൾ ഈ ID ആണ് നമ്മുടെ, നമുക്ക് ID ആദ്യം കൊടുക്കാം. ID അതാണ് ഡോക്ക് റെഫിൻ്റെ ID ആണ്. ഓക്കെ, ഡോക്ക് റെഫ്
നമ്മുടെ ഡോക്യുമെൻറ്റ് റെഫറൻസിൻ്റെ ID. ഓക്കെ, അതുപോലെ നമുക്ക് ലാസ്റ്റ് മെസ്സേജ്. ഓക്കെ, അവസാനത്തെ മെസ്സേജ് എന്താണെന്ന് കാണിക്കുക. അപ്പോൾ തൽക്കാലം മെസ്സേജ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നള്ള് ഒന്ന് empty string ആയിട്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ ടൈം എല്ലാം സ്ട്രിങ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, എന്നാൽ ഇവിടെ നമുക്ക് കിട്ടിയ ടൈം. അത് കഴിഞ്ഞിട്ട് ഈ ടൈം നമുക്ക് ഗ്രൂപ്പിൻ്റെ കൂടെ കൊടുക്കാം. Ctrl+X, Ctrl+V. ഇനി ലാസ്റ്റ് യൂസർ നമുക്ക് കൊടുക്കാം. അതും നമുക്ക് വെറുതെ empty ആയിട്ട് കൊടുക്കാം. അതുപോലെ ലാസ്റ്റ് യൂസർ ഇമെയിലും അതുപോലെ കൊടുക്കാം empty ആയിട്ട്. ഓക്കെ, അപ്പോൾ അതത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നമ്മൾ ഒരു ഫംഗ്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിപ്പം നമ്മൾ ചാറ്റ് റൂം ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ മെസ്സേജ് ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൂടെ ക്രിയേറ്റ് ചെയ്യുക. ഫ്യൂച്ചർ void add message. ഓക്കെ, അതിലും നമ്മൾ നമ്മുടെ പാരാമീറ്റേഴ്സ് കൊടുക്കുക. അപ്പം സ്ട്രിങ് മെസ്സേജ് ആദ്യം നമുക്ക് ID കൊടുക്കാം. അത് കഴിഞ്ഞ് മെസ്സേജ് എന്ത് മെസ്സേജാണെന്നുള്ളത് സ്ട്രിങ് മെസ്സേജ്, സ്ട്രിങ് ടൈം, അതുപോലെ നമുക്ക് ഗ്രൂപ്പ് നെയിം കൊടുക്കാം. ഓക്കെ, സ്ട്രിങ് ഗ്രൂപ്പ് നെയിം. ഓക്കെ, എന്നിട്ട് അസിങ്ക് കൊടുക്കുക. ഫംഗ്ഷൻ ബോഡി ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഫൈനൽ. എന്നിട്ട് ആദ്യം നമുക്ക് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യാം. ഫൈബേസ് ഓത്തിൻ്റെ ഒരു കറണ്ട് യൂസർ ക്രിയേറ്റ് ചെയ്യാം. യൂസർ is equal to firebase auth dot instance dot current user. ഓക്കെ, നമുക്ക് കറണ്ട് യൂസർ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണം എന്നില്ല, ഈ ഫംഗ്ഷൻ തന്നെ നമ്മൾ ഫയർബേസ് കളക്ഷനിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ വെയിറ്റ് ഫയർബേസ് ഫയർസ്റ്റോർ ഡോട്ട് കളക്ഷൻ പാത്ത് നമ്മൾ ചാറ്റ്സ് ഡോക്ക്. അപ്പോൾ ചാറ്റ്സിലുള്ള ഏത് ഡോക്യുമെൻ്റ് ID നമ്മുടെ ID കൊടുക്കുക. ഡോട്ട് കളക്ഷൻ. അപ്പോൾ ഇതൊരു സബ് കളക്ഷനായിട്ട് വരും. ഈ കളക്ഷനകത്ത് നമ്മൾ നമ്മുടെ മെസ്സേജസ് കൊടുക്കുക. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ചാറ്റ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ അതുപോലെ കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും കളക്ഷൻ ആയിരിക്കും പോകുന്നത്. Ctrl+V. ഓക്കെ, അപ്പോൾ ഇവിടെ മെസ്സേജസ് എന്നിട്ട് ഡോട്ട് നമുക്ക് അവിടെയും ആഡ് കൊടുക്കാം. ആഡ്. ഇവിടെ സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മെസ്സേജസ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് യൂസർ നെയിം കൊടുക്കാം. യൂസർ നെയിം എന്നുള്ളത് നമ്മുടെ യൂസർ, അതായത് ഫയർബേസ് കറണ്ട് യൂസർ. അത് നൾ വാല്യൂ ആകാം. അപ്പം നൾ ചെക്ക് ചെയ്തിട്ട് ഡിസ്പ്ലേ നെയിം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ തവണ മാത്രം നൾ ചെക്ക് മതി, പിന്നെ വേണ്ട. അത് കഴിഞ്ഞ് ഇമെയിൽ. ഓക്കെ, നമ്മൾ യൂസർ നെയിമിൻ്റെ U ക്യാപിറ്റൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ യൂസർ ഡോട്ട് ഇമെയിൽ. അടുത്ത നമുക്ക് പ്രൊഫൈൽ പിക്ക് കൊടുക്കാം.
ഇത് യൂസർ ഡോട്ട് ഫോട്ടോ URL, പിന്നെ നമ്മുടെ മെസ്സേജ് കൊടുക്കുക. നമ്മുടെ എന്താണ് ആ യൂസർ അയച്ച മെസ്സേജ് നമ്മുടെ മെസ്സേജിൽ കൊടുക്കുക. പിന്നെ ടൈം. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പ്, അതായത് ഇത് ഗ്രൂപ്പിനകത്തെ മെസ്സേജസ് ആണ്. അപ്പം ഇത് വരുമ്പം നമ്മൾ നേരത്തെ ലാസ്റ്റ് മെസ്സേജൊക്കെ വെറുതെ എംപ്റ്റി സ്ട്രിങ് ആയിട്ടല്ലേ കൊടുത്തത്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, Firebase Firestore dot collection, എന്നിട്ട് നമ്മൾ ചാറ്റ്സ് കൊടുക്കുക. അതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ കളക്ഷൻ. ഡോക്ക് എന്നിട്ട് ID, എന്നിട്ട് ആ വാല്യൂസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അപ്ഡേറ്റ് ആവേണ്ട വാല്യൂസ് മാത്രം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ വാല്യൂസ് ഉള്ളത്, ഈ വാല്യൂസ് എല്ലാം കോപ്പി ചെയ്യുക. Ctrl+V കൊടുക്കുക. ഓക്കെ, ഇവിടെ ID വേണ്ട, നമുക്ക് ലാസ്റ്റ് മെസ്സേജ് അപ്ഡേറ്റ് ചെയ്യാം. ലാസ്റ്റ് മെസ്സേജും ടൈമും മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടൈം തന്നെയാണ്. ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജാണ്. ഓക്കെ, അവസാനം അയച്ച മെസ്സേജ്. ഇതെന്ന് പറയുന്നത് യൂസർ ചെക്ക് ചെയ്തിട്ട് ഡിസ്പ്ലേ നെയിം. ഓക്കെ, ഇവിടെ ഇത് വേണ്ട, നൾ ചെക്ക് വേണ്ട. ഓക്കെ, യൂസർ ഡോട്ട് ഡിസ്പ്ലേ നെയിം. എന്നിട്ട് അത് നമ്മൾ ഫസ്റ്റ് ലെറ്റർ മാത്രമേ, നമ്മുടെ ഫസ്റ്റ് നെയിം മാത്രം കാണിച്ചാൽ മതി. അപ്പം സബ്സ്ട്രിങ് ഡിസ്പ്ലേ നെയിം ഡോട്ട് സബ്സ്ട്രിങ് 0, എന്നിട്ട് വീണ്ടും യൂസർ ഡോട്ട് ഡിസ്പ്ലേ നെയിം ഡോട്ട് ഇൻഡെക്സ് ഓഫ് ആദ്യത്തെ സ്പേസ്. ഓക്കെ, അത് കഴിഞ്ഞ് ലാസ്റ്റ് യൂസർ ഇമെയിൽ എന്ന് പറയുന്നത് നമ്മുടെ യൂസറിൻ്റെ ഡോട്ട് ഇമെയിൽ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ അവിടെ. ഇനി നമ്മുടെ വെൽക്കം സ്ക്രീനിലോട്ട് വരാം നമുക്ക്. ഓക്കെ, ഇനി നമുക്കിവിടെ ഓരോ കാര്യങ്ങളായിട്ട് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് Firestore ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് റീഡ് ചെയ്യണം ഡേറ്റ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി Firestore ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ് സ്നാപ്ഷോട്ട്. ഓക്കെ, എന്നിട്ട് ചാറ്റ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. Firestore ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ട് Firebase Firestore ആണ്, ക്ലൗഡ് Firestore. ഓക്കെ, ക്ലൗഡ് Firestore ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ
ഇത് ഞാനൊരു എം ടി ലിസ്റ്റായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. ഇവിടെ ഇത് നൾ വാല്യൂ ആകാം, അപ്പം നൾ ചെക്കും കൂടെ കൊടുക്കുക. ഓക്കെ, ഓക്കെ സ്നാപ്ഷോട്ടിൻ്റെ എസ് സ്മോളാണ്, സോറി. ഓക്കെ, അപ്പോൾ ശരിയായി. അപ്പോൾ ഈ ചാറ്റ്സിലോട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഡേറ്റ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, പുതിയ ഫങ്ഷൻ, ഒരു പുതിയ ഡേറ്റ ആഡ് ചെയ്യാനുള്ള ഫങ്ഷൻ ഇവിടെ വിളിക്കുക. ഓക്കെ, അപ്പോൾ ആ ഫങ്ഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഷോ ഗ്രൂപ്പ് ആഡ് അലേർട്ട്, ഇതാണ് ആ ഫങ്ഷൻ. ഓക്കെ, ഇത് നമുക്കവിടെ വിളിക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ എറർ ഡയറക്റ്റ് അവിടോട്ട് പോകാൻ പറ്റും. ഷോ ഗ്രൂപ്പ് ആഡ് അലേർട്ട് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഫങ്ഷൻ ഇവിടെ വിളിക്കുക. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ആഡ് അലേർട്ടിൽ പോവാം. എന്നിട്ട് നമ്മുടെ ഡേറ്റ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ ആഡ് ചെയ്യണം. നമുക്ക് ഡേറ്റാബേസ് സർവീസസും കൂടെ ഇവിടെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കാം, ഓത്ത് സർവീസസ് കൂടാതെ. ഡേറ്റാബേസ് സർവീസസ് ഈക്വൽ ടു ഡേറ്റാബേസ് സർവീസസ്. ഓക്കെ, എന്നിട്ട് ഇവിടെ await ഡേറ്റാബേസ് സർവീസസ് ഡോട്ട്, എന്നിട്ട് ആഡ് ചാറ്റ് റൂം കൊടുക്കാം. ഓക്കെ, ഗ്രൂപ്പിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഗ്രൂപ്പിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പ് നെയിം കൺട്രോളറിൻ്റെ ടെക്സ്റ്റ് ആയിരിക്കും. ഓക്കെ, ഒരു അഡീഷണൽ പ്രിക്കോഷണറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്ട്രിങ് വാല്യൂ കൊടുത്തിട്ട് അത് കൊടുക്കാം. സ്ട്രിങ് ഗ്രൂപ്പ് നെയിം ഈക്വൽ ടു ഗ്രൂപ്പ് നെയിം കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഗ്രൂപ്പ് നെയിം മാത്രം കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇവിടെ ടൈമിൻ്റെ അവിടെ നമുക്ക് ഡേറ്റ് ഫോമാറ്റ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ഫോമാറ്റ് എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ ഫോമാറ്റ് കൊടുക്കുക. ഡേറ്റിൻ്റെ ഏത് ഫോമാറ്റാന്ന് വെച്ചാൽ, അപ്പം ഞാൻ ഇവിടെ ഇയർ, നമുക്ക് ഇഷ്ടമുള്ള ഫോമാറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇൻറ്റൽ പാക്കേജ് എടുത്ത് നോക്കിയാൽ അതിൽ കാണാം എന്തൊക്കെ ഫോമാറ്റ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇയർ, മന്ത്, ഡേറ്റ്, എന്നിട്ടൊരു കോമ, അവർ, മിനിറ്റ്, സെക്കൻഡ്, പിന്നെ AM ആണോ PM ആണോ എന്നുള്ളത്, പിന്നെ ഡേയിൻ്റെ 3 ലെറ്റർ വേർഡ്. ഓക്കെ, മന്തും ഡേയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡോട്ട്, എന്നിട്ട് നമുക്ക് ഫോമാറ്റ് കൊടുക്കാം. ഫോമാറ്റ്, എന്നിട്ട് ഇപ്പോൾ ഉള്ള ഡേറ്റും ടൈം. അടുത്ത ലൈനിൽ കൊടുക്കാം. ഡേറ്റ് ടൈം ഡോട്ട് നൗ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഡേറ്റ് ടൈം കിട്ടും. ഈ ഫംഗ്ഷനെ നമ്മൾ വിളിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് നെയിം കൂടെ കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് കൊടുത്താലും മതി. ഓക്കെ, ഞാൻ ഇവിടെ വേണമെങ്കിൽ ഡയറക്റ്റ് കൊടുത്തേക്കാം. ഓക്കെ, കൺഫ്യൂഷൻ വരാതിരിക്കാൻ. അപ്പോൾ ഇത് വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞു, ആ സംഭവം കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിലോട്ട് വന്നാൽ നമുക്ക് ഇവിടെ സ്ട്രീം ബിൽഡറാണ് യൂസ് ചെയ്തേക്കുന്നത് കാണാം. അപ്പോൾ ഇനി ഇതൊന്ന് മിനിമൈസ് ചെയ്യുക, ഇവിടെ ഇത് മിനിമൈസ് ചെയ്യുക. ഓക്കെ,
അപ്പം ഇത് നമ്മൾ ഗ്രേഡിയൻ്റ് മറ്റേ ഈ ഗ്രേഡിയൻറ്റിൻ്റെ കാര്യം പറയുന്നത്, അതായത് നമ്മുടെ സ്കാഫോൾഡ് ഗ്രേഡിയൻറ്റിൻ്റെ കാര്യം അത് നമുക്ക് നോക്കണ്ട. ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ സ്ട്രീം ഏത് ടൈപ്പ്, ഇവിടെ നമ്മൾ സ്ട്രീം ബിൽഡറാണ് യൂസ് ചെയ്യുന്നത് ബോഡി ആയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്ട്രീം ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്ട്രീം എന്ന് പറയുന്ന ടൈപ്പ് ക്വയറി സ്നാപ്ഷോട്ടാണ്. ഓക്കെ. അപ്പോൾ അത് ആയി. അതുപോലെ നമ്മൾ ഈ സ്ട്രീം നള്ളിന് പകരം നമ്മൾ നമ്മുടെ കളക്ഷൻ കൊടുക്കുക. ഓക്കെ. അപ്പം അതിനുവേണ്ടി നമ്മൾ ഫയർസ്റ്റോറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ ചെന്നിട്ട് Firebase Firestore dot equal to Firebase Firestore dot instance കൊടുക്കുക. ഓക്കെ. ഇവിടെ Firebase Firestore dot collection എന്നിട്ട് നമ്മുടെ ചാറ്റ്സ്. ഓക്കെ. ഇത് നമ്മുടെ ഗ്രൂപ്പാണ്. അപ്പോൾ ഇത്രയും മതി. എന്നിട്ട് അത് ഓർഡർ ചെയ്യുക. നമുക്ക് ഓർഡർ ബൈ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ഫീൽഡ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൈം ഫീൽഡ് വെച്ചിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. മാത്രമല്ല എനിക്ക് ഡിസെൻഡിങ് ആയിട്ടാണ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ഡിസെൻഡിങ് ട്രൂ കൊടുക്കാം. എന്നിട്ട് ഡോട്ട് സ്നാപ്ഷോട്ട് കൊടുക്കാം. ഓക്കെ. ഇനി താഴോട്ട് നമ്മൾ വന്നാൽ കാണാം, ഞാൻ ഇവിടെ 2-3 ലൈൻസ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ കമൻറ്റ് ചെയ്യാൻ കാരണം നേരത്തെ നമ്മൾ നള്ളല്ലേ സ്ട്രീമിന് കൊടുത്തത്. അപ്പം സ്ട്രീം നള്ളാവുമ്പോൾ നമുക്ക് അതിന് ഡേറ്റയുടെ കേസിൽ സ്നാപ്ഷോട്ടിൽ ഡേറ്റ ചിലപ്പോൾ കാണാതിരിക്കുകയോ ചെയ്യും. പക്ഷേ അതിനകത്ത് പിന്നീട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഡോക്സ് അങ്ങനെയൊന്നും കിട്ടത്തില്ല. ക്വയറി സ്നാപ്ഷോട്ട് എന്ന് സ്പെസിഫൈ ചെയ്താൽ നമുക്ക് ഈ ഡോക്സ് കിട്ടത്തുള്ളൂ. അപ്പം ഇത് ഞാൻ അൺകമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഒരു ചാറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഡോക്സ് കൊടുക്കാം. അതായത് സ്നാപ്ഷോട്ട്. ഓക്കെ. സ്നാപ്ഷോട്ട് ഡോട്ട് ഡേറ്റ ഡോട്ട് ഡോക്സ്. ഓക്കെ. ആ ഡോക്യുമെൻറ്റ് സ്നാപ്ഷോട്ട്സ് എല്ലാം ഈ ചാറ്റ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ചാറ്റിൻ്റെ ലെങ്ത് കൊടുക്കാം. അപ്പോൾ ആ ചാറ്റിൽ ഉള്ള ലെങ്ത് മാത്രം നമുക്ക് കൊടുത്താൽ മതി. ചാറ്റ്സ് ഡോട്ട് ലെങ്ത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു നൾ ചെക്ക് ഓപ്പറേറ്ററും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതായി. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കൂടെ കൊടുക്കാം. ഐറ്റം ബിൽഡറിനകത്ത് നമുക്കിവിടെ സ്ട്രിങ് നമുക്ക് ടൈം ഫീൽഡ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ. ചാറ്റ്സിൽ തന്നെ നമുക്ക് ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സിൽ നമ്മൾ ടൈം എന്ന് പറഞ്ഞ ഫീൽഡ് എടുക്കാം. ഇതാണ് നമ്മുടെ ടൈം ഫീൽഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു നൾ ചെക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ എറർ പോവും. ഓക്കെ. അപ്പം ഇനി നമുക്ക് നമ്മൾ ടൈം ഫോർമാറ്റ് ചെയ്യുന്നുണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഓക്കെ. ഇനി ഒരുപാട് ലെങ്തി ആയിട്ടുള്ള കോഡായി പോവും. ഓക്കെ. അപ്പം നമുക്കിവിടെ അടുത്ത സ്ക്രീനിലോട്ട് നാവിഗേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കത് ചെയ്യാം. നാവിഗേറ്റർ ഡോട്ട് പുഷ് കോണ്ടെക്സ്റ്റ് റൂട്ടിന് പകരം നമ്മൾ മെറ്റീരിയൽ പേജ് റൂട്ട് കൊടുക്കുക. അതിൽ ബിൽഡർ ഉണ്ടാവും. അത് കോണ്ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഞാൻ മെസ്സേജ് സ്ക്രീനിലോട്ട് പോവാം. ഓക്കെ. ആ ടൈല് ക്ലിക്ക് ചെയ്താൽ ആ ചാറ്റ് റൂം ഓപ്പൺ ആയിക്കണം. ആ ചാറ്റ് റൂമിൻ്റെ മെസ്സേജസ് വരുന്ന സ്ക്രീൻ വരണം. അപ്പോൾ ഞാൻ മെസ്സേജ് സ്ക്രീനിലോട്ട് പോവാം. മെസ്സേജ് സ്ക്രീൻ. ഓക്കെ. അപ്പോൾ ID എന്ന് പറയുന്നത് നമ്മുടെ ചാറ്റ്സിലെ തന്നെ ID ആണ്. ഓക്കെ. ചാറ്റ്സ് നമ്മുടെ ഡോക്യുമെൻ്റ് ID ആണ് ബേസിക്കലി. ചാറ്റ്സിലെ തന്നെ ഇൻഡെക്സ്, അതിൽ തന്നെ ID ഉണ്ടാവും.
ഓക്കെ, അതാണ് അവിടെ കൊടുക്കേണ്ടത്. ഗ്രൂപ്പ് നെയിം എന്ന് പറയുന്നത് വീണ്ടും ഇതുപോലെ തന്നെ വരുന്നത് ചാറ്റ്സ് ഇൻഡെക്സ്, എന്നിട്ട് അവിടെ ഗ്രൂപ്പ് ഐഡിക്ക് വരും ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്നാണ് തോന്നുന്നു കൊടുത്തത്. നമുക്ക് നമ്മുടെ ഡേറ്റാബേസ് സർവീസസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഓക്കെ, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്, ഗ്രൂപ്പ് ഐ ഡി. ഓക്കെ, അപ്പം വെൽക്കം സ്ക്രീനിൽ ഗ്രൂപ്പ് ഐ ഡി കൊടുക്കുക. അപ്പം ഈ ഫീൽഡുകൾ കറക്റ്റ് അതുപോലെ തന്നെ കൊടുക്കാൻ നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ എറർ വരും. ഓക്കെ, കളർ എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ കളറായിട്ട് കൊടുക്കുക. അങ്ങനെ ഒരേ ഗ്രൂപ്പിന് ഒരേ പേരും ഒരേ ഐക്കണും ആയാൽ ശരിയാവില്ല. അങ്ങനെ ഓക്കെ, ഇപ്പോൾ കളർ ഡോട്ട് ഫ്രം ഇവിടെ കളറിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ കളേഴ്സിൻ്റെ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തായിരിക്കും ഇവിടെ കളർ വരുന്നത്. ഓക്കെ, അപ്പോൾ കളർ ആദ്യത്തെ വാല്യൂ 255 തന്നെ മാക്സിമം. ഓക്കെ, അപ്പോൾ അത് ഒപ്പേസിറ്റി മാക്സിമം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് റെഡ്, അവിടെ നമ്മൾ റെഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഗ്രീൻ കൊടുക്കുക. എന്നിട്ട് ടാബ് അടിച്ചിട്ട് ബ്ലൂ കൊടുക്കുക. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ ഞാൻ മുകളിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഓവറോൾ എന്ന് പറയുന്നത് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു കളർ എന്നുള്ള രീതിയിലാണ്. ഓക്കെ ഓക്കെ അതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വന്നാൽ വീണ്ടും ഇവിടെ ടു ഡു, അടുത്ത ടു ഡു വരുന്നുണ്ട്. ഫസ്റ്റ് ലെറ്റർ ഓഫ് ഗ്രൂപ്പ് നെയിം ഇൻസ്റ്റെഡ് ഓഫ് കോഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ലെറ്റർ ഓഫ് ഗ്രൂപ്പ് നെയിം കൊടുക്കാം. അതായത് ചാറ്റ്സ്. ഓക്കെ, ബ്രാക്കറ്റിനകത്ത് ഇട്ട് കൊടുക്കാം. ചാറ്റ്സ് ഡോട്ട്, എന്നിട്ട് നമ്മൾ ഇൻഡെക്സ് എന്നിട്ട് ഗ്രൂപ്പിൻ്റെ പേര് GROUP. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡോട്ട് സബ്സ്ട്രിങ് 0,1. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ കിട്ടും ഇവിടെ. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ അവിടെ കിട്ടും. നമ്മുടെ മുകളിലത്തെ ആ ഒരു ടൈറ്റിൽ എഴുതിയിട്ട് അതിൻ്റെ സൈഡിൽ വരുന്ന സംഭവമാണ്. ഓക്കെ, ഓക്കെ നൾ ചെക്ക് ഓപ്പറേറ്റർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ഇത് മാറ്റുക. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ നമുക്ക് അടുത്തത് കാണാം. ഗ്രൂപ്പ് നെയിം, ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, ഫുൾ നെയിമായിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇത്രയും മതി. Ctrl+C, Ctrl+V. ഓക്കെ, ഗ്രൂപ്പിൻ്റെ പേര് അവിടെ വരും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സബ് ടൈറ്റിലും കൂടെ കൊടുക്കാം. ഓക്കെ, സബ് ടൈറ്റിലായിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൊടുക്കാവുന്നതാണ്. ഓക്കെ, സബ് ടൈറ്റിലായിട്ട് നമുക്കവിടെ
ടെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഞാൻ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് വാല്യൂ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊരു കണ്ടീഷൻ വെച്ചിട്ട് കൊടുക്കാം. ചാറ്റ്സ് ഇൻഡെക്സ് ലാസ്റ്റ് യൂസർ ഈക്വൽ ടു ആണെങ്കിൽ സബ് ടൈറ്റിൽ വെറുതെ നല്ല് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വീണ്ടും അടുത്ത കണ്ടീഷനാണ് Ctrl+C Ctrl+V ലാസ്റ്റ് യൂസറിന് പകരം ലാസ്റ്റ് യൂസർ മെയിൽ. ഓക്കെ, ശ്രദ്ധിച്ചോണം, ഇത് ആ ഫീൽഡുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്യുന്നതായിരിക്കണം. ലാസ്റ്റ് യൂസർ ഇമെയിലാണ്. ഓക്കെ, Ctrl+C Ctrl+V. ഓക്കെ, ലാസ്റ്റ് യൂസർ ഇമെയിൽ ഈക്വൽ ടു എന്താണ് auth services dot firebase auth dot current user dot email. മേലാണോ നോക്കുക. കറണ്ട് യൂസർ നള്ളാകാം. ഓക്കെ, അപ്പം അത് നൾ ചെക്ക് കൊടുക്കുക. ആണെങ്കിൽ യു ആണ്, നമ്മളാണ്, കറണ്ട് യൂസറാണ്. സ്പേസ് കൊടുത്തിട്ട് നമ്മുടെ മെസ്സേജ് കൊടുക്കുക. ചാറ്റ്സ് ഇൻഡെക്സ് ലാസ്റ്റ് മെസ്സേജ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നൾ ചെക്ക് ഇട്ട് കൊടുക്കുക. Ctrl+C Ctrl+V Ctrl+V. ഇവിടെ ലാസ്റ്റ് യൂസർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ ടെക്സ്റ്റായി. ഇനി നമുക്ക് അതിന് സ്റ്റൈൽ കൊടുക്കാം. ടെക്സ്റ്റ് സ്റ്റൈൽ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഓവർഫ്ലോ. ഓക്കെ, ഓവർഫ്ലോയും കൂടെ കൊടുക്കണം. സ്റ്റൈലിന് മുമ്പ് ഓവർഫ്ലോ കൊടുക്കാം. ഓവർഫ്ലോ ടെക്സ്റ്റ് ഓവർഫ്ലോ ഡോട്ട് എലിപ്സിസ്. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് ഫോണ്ട് വെയ്റ്റ് ഒരു 500 കൊടുക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് സബ് ടൈറ്റിൽ പോലെ തന്നെ വേറെ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ട്രെയിലിംഗ് ആണ്. ഓക്കെ, ട്രെയിലിങ്ങും ഇതുപോലൊരു ടെക്സ്റ്റാണ്. നമുക്കിവിടെ നിന്ന് കോപ്പി ചെയ്യാം. Ctrl+C Ctrl+V. ഓക്കെ, അപ്പോൾ ഈ ട്രെയിലിങ്ങും സബ് ടൈറ്റിലും എല്ലാം ഇതിൻ്റെ ലിസ്റ്റ് ടൈലിൻ്റെ ആണ്. ഓക്കെ, ഇത് നമ്മൾ ഓരോ നമ്മുടെ ചാറ്റ് റൂം ഇങ്ങനെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ ആദ്യം കുറേ ചാറ്റ് ഗ്രൂപ്പുകളുടെ പേരായിരിക്കും വരുന്നത്. ഓക്കെ, അതിങ്ങനെ ഓരോ ടൈലായിട്ട് വരും. അതിലൊരു DP കാണും, അതുപോലെ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് കാണും, ലാസ്റ്റ് യൂസറിൻ്റെയും ലാസ്റ്റ് മെസ്സേജിൻ്റെ അത് കാണും, പിന്നെ ഏറ്റവും എൻഡിൽ നമുക്ക് നമ്മുടെ ഡേറ്റ് കാണും. അപ്പോൾ ഇനി നമ്മൾ ഡേറ്റ് എഴുതാൻ പോവാം. ഓക്കെ, ഡേറ്റും ടൈമും മാസം സംഭവം എഴുതാൻ പോവാം. ഓക്കെ,
അപ്പം ട്രെയിലിങ്ങിൽ ഇവിടെ ഇതിന് പകരം നമ്മൾ ടൈം കൊടുക്കുക. നമ്മൾ നേരത്തെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തല്ലോ, ആ വാല്യൂ വെച്ച് നമുക്ക് ടൈം കൊടുക്കാം. ടൈം ഡോട്ട് സബ് സ്ട്രിങ് എന്നിട്ട് 0, ഒരു 0 അല്ല, നമ്മൾ ആ ഫോമാറ്റ് വെച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ആദ്യം ഡേറ്റ് അങ്ങനെ എന്തോ ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ നോക്കാം. ട്രിം എന്നിട്ട് സ്പേസ്, വീണ്ടും ഈ സംഭവം തന്നെ കോപ്പി ചെയ്യുക. Ctrl+C, Ctrl+V, അത് കഴിഞ്ഞിട്ട് 8 തൊട്ട് 10 വരെ, 8 തൊട്ട് 10 വരെ, അത് കഴിഞ്ഞ് വീണ്ടും സ്പേസ് കൊടുക്കുക, വീണ്ടും ഇത് കൊടുക്കുക. 0 to 4 വരെ, 0,4, അത് കഴിഞ്ഞിട്ട് /n കൊടുക്കുക. ഓക്കെ, അടുത്ത ലൈനിലായിട്ട് വരാൻ വേണ്ടി /n, എന്നിട്ട് വീണ്ടും Ctrl+V, ഈ സംഭവം 0 to 4 കഴിഞ്ഞ് 12 to 17, അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് Ctrl+V, 24 to 27 പകരം 21 to 23 കൊടുക്കാം. 21,23. ഓക്കെ, ഇത്രയും കൊടുത്തു. ടെക്സ്റ്റ് ഓവർഫ്ലോ ഉണ്ട്. നമ്മൾ ഫോണ്ട് സൈസും കൂടെ കൊടുക്കാം. W നമ്മൾ നേരത്തെ നമ്മൾ ടെംപ്ലേറ്റിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ, 0.03. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്ന് വെച്ചാൽ നമ്മുടെ വെൽക്കം സ്ക്രീൻ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ആപ്പ് റണ്ണാക്കി നോക്കാം. എമുലേറ്റർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, കാരണം ഞാൻ സ്നാപ്ഷോട്ട് ഡേറ്റയുടെ സംഭവം ശരിയാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഈ snapshot.data.docm അൺകമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ നമ്മുടെ ഡേറ്റ ഇല്ലാത്തപ്പോൾ, അതായത് നമ്മൾ സ്ട്രീം ഇല്ലാത്തപ്പോഴാണ് അങ്ങനെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇല്ലാത്തപ്പം നമ്മൾ ഡേറ്റ അത് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കണം, അല്ലെങ്കിൽ എറർ വരും. ഓക്കെ, നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ആപ്പ് റണ്ണായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സൈൻ ഇൻ ചെയ്ത് നോക്കാം. ഒരു അക്കൗണ്ട് എടുത്ത് സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് ടു സ്റ്റാർട്ട് ചാറ്റ് വന്നിട്ടുണ്ട്. വെൽക്കം സ്ക്രീൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു പുതിയ ഗ്രൂപ്പ് ഇവിടെ ആഡ് ചെയ്യാം. അതേസമയം നമുക്ക് ഫയർബേസ് ഓപ്പൺ ചെയ്ത് വെക്കാം എന്നിട്ട് കളക്ഷൻ കാണാൻ വേണ്ടി. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മളുടെ ഈ ടെംപ്ലേറ്റ് എല്ലാം ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ കോഡ് കാണണമെങ്കിൽ നിങ്ങളത് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അപ്പം ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫ്ലട്ടർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ടിക്ക് കൊടുത്തിട്ട് ആഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യാൻ വിട്ടുപോയി. നമുക്ക് നമ്മുടെ ആ കോണ്ടെക്സ്റ്റ് പോപ്പ് ചെയ്യണം. ഓക്കെ, വെൽക്കം സ്ക്രീനിൽ തന്നെ നമ്മൾ ഓൺ ടാപ്പ് ചെയ്തതിന് ശേഷം, ഈ സാധനം ചെയ്തതിന് ശേഷം ഇവിടെ navigator.pop കൊടുക്കണം. .pop. അപ്പോൾ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. ഇതാണ് ആ ഫോമാറ്റ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ
സ്ക്രീൻ നമ്മൾ ലോഗ് ഔട്ട് ചെയ്താൽ ലോഗ് ഔട്ട് ചെയ്തിരിക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാം. കണ്ടീഷൻ കൊടുക്കാൻ വിട്ടുപോയി. കറണ്ട് യൂസർ എപ്പോഴും ലോഗിനിൽ വന്ന് നിൽക്കുന്നത് അങ്ങനെ കൊടുത്തുകൊണ്ടാണ്. ഓക്കെ, കറണ്ട് യൂസർ ഈക്വൽ ടു നൾ ആണെങ്കിൽ ലോഗിനിൽ പോവാ, അല്ലെങ്കിൽ വെൽക്കമിൽ പോവാം. ഓക്കെ, ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ഒന്നേനെ റൺ ചെയ്യുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആപ്പ് കറക്റ്റായിട്ട് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കറണ്ട് യൂസർ ഇല്ലെങ്കിൽ മാത്രമേ ലോഗിൻ സ്ക്രീനിൽ വരൂ, അല്ലെങ്കിൽ വെൽക്കം സ്ക്രീനിലായിരിക്കും വരുന്നത്. ഓക്കെ, നമ്മുടെ ആപ്പ് റണ്ണായിക്കൊണ്ടിരിക്കുക. റണ്ണായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ ലോഗ് ഔട്ട് ചെയ്തില്ല, എന്നാലും ആ സ്ക്രീൻ തന്നെ വന്നു. ഓക്കെ, ഇനി നമുക്ക് മെസ്സേജ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാം. മെസ്സേജ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഈ സ്നാപ്ഷോട്ട് ഡേറ്റ എല്ലാം മാറ്റി കൊടുക്കുക. അതുപോലെ സ്ട്രീം കൊടുക്കുക. ഓക്കെ, സ്ട്രീം സെറ്റ് ചെയ്തിട്ടേ നമുക്ക് ഈ ഡേറ്റ മാറ്റാൻ പറ്റൂ, അല്ലാതെ റൺ ചെയ്താൽ എറർ വരും. ഓക്കെ, ഓക്കെ, അതുപോലെ ഡേറ്റാബേസ് സർവീസസ് അല്ല, വെൽക്കം സ്ക്രീനിൽ തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യണമായിരുന്നു. അതായത് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോൾ, ഗ്രൂപ്പ് നെയിം കൺട്രോൾ തന്നെ ഡിസ്പോസ് ചെയ്യാൻ നോക്കാം. Ctrl+C, ഇത് നമുക്ക് ഏറ്റവും മുകളിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ navigator.pop ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. navigator.popന് മുമ്പ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡ് സംഭവം ഡിസ്പോസ് ചെയ്യാം. ഗ്രൂപ്പ് നെയിം കൺട്രോളർ ഡോട്ട് ഡിസ്പോസും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ ഡിസ്പോസ് ആയിക്കോളും. ഓക്കെ, ഇനി മെസ്സേജ് സ്ക്രീനിലോട്ട് വരാം നമുക്ക്. ഇവിടെ നമുക്ക് ഓരോന്ന് ഇമ്പോർട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അതിനനുസരിച്ച് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് Firebase Auth ക്രിയേറ്റ് ചെയ്യാം. Firebase Auth, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റാബേസ് സർവീസസ് മാത്രം ചെയ്താൽ മതിയാവും തോന്നുന്നു. ഡേറ്റാബേസ് സർവീസസ് ഈക്വൽ ടു ഡേറ്റാബേസ് സർവീസസ്. ഓക്കെ, ഇതിനെ നമുക്ക് Firebase Auth, ഇതിൻ്റെ Firebase Auth വിളിക്കാം. അതുപോലെ നമുക്ക് ഫയർസ്റ്റോറും ഡേറ്റാബേസ് സർവീസസിന് കിട്ടും തോന്നുന്നു. നോക്കട്ടെ, വെറുതെ ഇൻസ്റ്റീറ്റിലൊന്ന് കൊടുത്തു നോക്കാം. ഡേറ്റാബേസ് സർവീസസ് ഡോട്ട്, അതെ, നമുക്ക് ഫയർസ്റ്റോർ അവിടെ ഉണ്ട്, ആക്സസ് ഉണ്ട്. Firebase Authും കൂടെ ക്രിയേറ്റ് ചെയ്തേക്കാം. Firebase Auth dot instance. ഓക്കെ, പിന്നെ ഒരു മെസ്സേജ് കൺട്രോളർ. ഓക്കെ, മെസ്സേജ് ടെക്സ്റ്റ്, അതിനുള്ള കൺട്രോളർ മെസ്സേജ് കൺട്രോളർ ഈക്വൽ ടു മെസ്സേജ് കൺട്രോളർ, സോറി, ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ ആണ്. സോറി, എൻ്റെ പേരാണ് മെസ്സേജ് കൺട്രോളർ, ഇത് ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളറാണ്. അപ്പോൾ ഇതെപ്പോഴും ഡിസ്പോസ് ചെയ്യാമെന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, അല്ലെങ്കിൽ മെമ്മറി വെറുതെ പോകും. ഓക്കെ, നമ്മുടെ മെസ്സേജ് കൺട്രോളർ ഡോട്ട് ഡിസ്പോസ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നമ്മുടെ Firebase, ഓക്കെ, നമുക്ക് ഫയർസ്റ്റോറിൻ്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നു.
firestore equal to Firebase Firestore dot instance. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ സ്കാഫോൾഡ് ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്ത് വരും. ഓക്കെ, ഇവിടെ നമ്മൾ സ്ട്രീം സ്പെസിഫൈ ചെയ്യാൻ നേരത്തെ പോലെ ഡോക്യുമെൻറ്റ് സ്നാപ്ഷോട്ടാണ്. ഡോക്യുമെൻറ്റ് സ്നാപ്ഷോട്ട് അല്ല, ക്വയറി സ്നാപ്ഷോട്ട്. ഓക്കെ, ആണെന്നത് നമ്മളൊരു കളക്ഷനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നള്ളിന് പകരം നമ്മുടെ കളക്ഷൻ കൊടുക്കുക, Firebase Firestore ഡോട്ട് കളക്ഷൻ, എന്നിട്ട് നമ്മുടെ കളക്ഷൻ പാത്ത് കൊടുക്കുക ചാറ്റ് ഡോട്ട് ഡോക്ക്, എന്നിട്ട് നമ്മുടെ ID widget ഡോട്ട് ID ഡോട്ട് കളക്ഷൻ, എന്നിട്ട് മെസ്സേജസ്. നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്താം ഓക്കെ കറക്റ്റ് ആണെന്നുള്ളത്. ID മെസ്സേജസ് ചാറ്റ്സ്. ഓക്കെ, Ctrl+C വേണമെങ്കിൽ അടിച്ച് ഒരു സേഫ്റ്റിക്ക് വേണ്ടി Ctrl+V കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഡോട്ട്, എന്നിട്ട് സ്നാപ്ഷോട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്നാപ്ഷോട്ട് ഡോട്ട് എറർ നോക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ കോഡ് അൺകമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ മെസ്സേജിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക ഡോക്യുമെൻറ്റ് സ്നാപ്ഷോട്ടായിട്ട്. ലിസ്റ്റ് ഓഫ് നേരത്തെ ചെയ്ത പോലെ ഡോക്യുമെൻറ്റ് സ്നാപ്ഷോട്ട് മെസ്സേജ്. ഓക്കെ, മെസ്സേജസ്. ഓക്കെ, അപ്പം ഇത് നൾ വാല്യൂ ആകാം. അപ്പം ഒരു നൾ ചെക്ക് ഓപ്പറേറ്ററും കൂടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു മെസ്സേജ് ബബിൾ റിട്ടേൺ ചെയ്യുക. കണ്ടെയ്നർ അല്ല, മെസ്സേജ് ബബിൾ. മെസ്സേജ് ബബിൾ. ഓക്കെ, അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുക മെസ്സേജസ്. എന്നിട്ട് നൾ ചെക്ക് ഇട്ട് ഇൻഡെക്സ്, എന്നിട്ട് നമ്മൾ യൂസർ നെയിം അതെങ്ങനെയാണോ കൊടുത്തത് അതുപോലെ കൊടുക്കുക. യൂസർ നെയിം ഇതൊക്കെ ഞാൻ ക്ലോസ് ചെയ്യുക ആവശ്യമില്ലാത്തത്. ഡേറ്റാബേസ് സർവീസസിൽ യൂസർ നെയിം ഇങ്ങനെ കൊടുക്കുന്നത്, അപ്പം ക്യാപിറ്റൽ U ആണ്, അതുപോലെ തന്നെ കൊടുക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ മെസ്സേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മെസ്സേജിൻ്റെ അവിടെ ഇതുപോലെ തന്നെ കൊടുത്താൽ മതി. നമുക്ക് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് തന്നെ ഉണ്ട്. ഓക്കെ, Ctrl+C Ctrl+V, ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. മെസ്സേജ്. ഓക്കെ, Ctrl+C Ctrl+V. ഓക്കെ, അപ്പം ഇവിടെ ഇത് വേണ്ട, രണ്ടാമത് വരുന്നുണ്ട്. അതുപോലെ DP URL. ഓക്കെ, അതും ഇതുപോലെ കൊടുത്താൽ മതി. നമ്മുടെ ഫോട്ടോ URL കാണണം. പ്രൊഫൈൽ പിക്ക് ഉണ്ട്. അപ്പം ഇവിടെ Ctrl+C കൊടുക്കുക. Ctrl+C DP URL Ctrl+V കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ പ്രൊഫൈൽ പിക്ക് കൊടുക്കുക. പ്രൊഫൈൽ പിക്ക്. ഓക്കെ, ഇതുപോലെ തന്നെ കൊടുക്കാം. Ctrl+V. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ ഉള്ളത്? ഈസ്മി. ഓക്കെ, ഈസ്മി എന്ന് പറയുന്നത് നമ്മൾ ഫയർബേസ് കറണ്ട് യൂസർ ആണോ എന്ന് നോക്കി തന്നെ കൊടുക്കണം. ഓക്കെ, അതാണെങ്കിൽ ആ രീതിയിലായിരിക്കും കൊടുക്കേണ്ട. ഫയർബേസ് auth ഡോട്ട് കറണ്ട് യൂസർ നള്ളാവാം ഡോട്ട് ഇമെയിൽ. ഈ ഇമെയിൽ നമ്മുടെ മെസ്സേജിൻ്റെ ഇമെയിലുമായിട്ട് കറക്റ്റാണോ നോക്കാം. മെസ്സേജ്
മെസ്സേജസ്, ഇൻഡെക്സ്, ഇമെയിൽ. ഓക്കെ, ഇവിടെ ഇമെയിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. Ctrl+C, Ctrl+V. ഓക്കെ, ഇത് മൊത്തം കോട്ട്സിലിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് ബേസ് ചെയ്തായിരിക്കണം കൊടുക്കേണ്ടത്. ഇവിടെ മെസ്സേജിൻ്റെ ലിസ്റ്റ് കൊടുത്താൽ മതി. മെസ്സേജസ് ഡോട്ട് ലെങ്ത്. ഓക്കെ, ഇവിടെ നൾ ചെക്കും കൂടെ കൊടുക്കുക, മാറ്റുക. ഇവിടെ നമ്മൾ കൺട്രോളർ കൊടുക്കുക. കൺട്രോളർ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് കൺട്രോളറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെസ്സേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഡേറ്റാബേസ് സർവീസസ് ഡോട്ട് ആഡ് മെസ്സേജ്. ഓക്കെ, സ്ട്രിങ് ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജിൻ്റെ തന്നെ ഐ ഡി ആണ്. ഇൻഡെക്സ്, അതിൽ തന്നെ ഒരു ഐ ഡി കാണും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ഈ ഐ ഡി അല്ല, ജസ്റ്റ് നമ്മുടെ വിഡ്ജറ്റിൽ നിന്ന് ഐ ഡി കിട്ടിയെന്ന് നോക്കാം. വിഡ്ജറ്റ് ഡോട്ട് ഐ ഡി. ഓക്കെ, വിഡ്ജറ്റ് ഡോട്ട് ഐ ഡി ആണ് ഇവിടെ. നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, ഇതിപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജാണ്. ഓക്കെ, ഇപ്പം മെസ്സേജ് കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, ടൈം എന്ന് പറയുന്നത് വിഡ്ജറ്റ് ഡോട്ട് ടൈം നോക്കാം ഉണ്ടോയെന്ന്. ഓക്കെ, വിഡ്ജറ്റിൽ ടൈം ഇല്ല. അപ്പം നമ്മളിവിടെ ഡേറ്റ് ടൈം കൊടുക്കുക. ഡേറ്റ് ഫോമാറ്റ് നേരത്തെ നമ്മൾ കൊടുത്ത അതേ ഫോമാറ്റ് തന്നെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് വെൽക്കം സ്ക്രീനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ബാക്കിയെല്ലാം ഒന്ന് ക്ലോസ് ചെയ്യുക. പ്രോജക്റ്റിൽ വെൽക്കം സ്ക്രീനിൽ തന്നെ നമുക്ക് ഡേറ്റ് ഫോമാറ്റ് എടുക്കാം. ഓക്കെ, Ctrl+C, Ctrl+V കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പ് നെയിമിൻ്റെ അവിടെ വിഡ്ജറ്റ് ഡോട്ട് ഗ്രൂപ്പ് നെയിം കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുത്ത ശേഷം അപ്പം നമ്മുടെ മെത്തേഡ് വിളിക്കും. ഓക്കെ, ഇത് അവൈറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അവൈറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കൺട്രോളർ ക്ലിയർ ചെയ്യുക. നമ്മൾ മെസ്സേജ് പോയതിന് ശേഷം നമ്മുടെ കൺട്രോളർ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ മെസ്സേജ് കൺട്രോളർ ഡോട്ട് ക്ലിയർ കൊടുക്കുക. ഓക്കെ, ഈ മെത്തേഡും കൂടെ വിളിക്കുക. ഓക്കെ, താഴോട്ട് വേറെ ടു ഡു ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ആ സെയിം കൺട്രോളർ സെറ്റ് ചെയ്യുക. ഓക്കെ, എല്ലായിടത്തും ടെക്സ്റ്റ് ഫീൽഡ് സെയിം ആണ്. അപ്പം കൺട്രോളർ എന്ന് പറയുന്നത് മെസ്സേജ് കൺട്രോളർ തന്നെ. നമ്മളിവിടെ ചെയ്തത് തന്നെ ചെയ്യുക. ഈ സെയിം അത് മിനിമൈസ് ചെയ്യുക. ഇവിടെ ഓൺ പ്രസ്ഡ് കഴിഞ്ഞിട്ടുള്ള സാധനം മൊത്തം കോപ്പി ചെയ്യുക.
Ctrl+C. എന്നിട്ട് ഇവിടെ അത് പേസ്റ്റ് ചെയ്യുക. Ctrl+V. ഇവിടെ അസിങ്ക് കൊടുക്കുക. ഓക്കെ, എറർ പോവും. പിന്നെ ഇവിടെ ഒരു അഡീഷണൽ കോമയുള്ളതൊക്കെ മാറ്റുക. ഓക്കെ, അപ്പോൾ എല്ലാം വർക്ക് ചെയ്യേണ്ടതാണ്. നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നും മെസ്സേജൊന്നും ഇല്ല. ഞാൻ തുറന്നു, അപ്പം ഒന്നും വന്നിട്ടില്ല. ആദ്യം മെസ്സേജ് ഇല്ല. അപ്പോൾ ഞാൻ ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിരിക്കും, ഹായ്. എന്നിട്ട് ഞാൻ ഓക്കെ, എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നേരത്തെ വന്ന എറർ ശരിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാനാണെങ്കിൽ ഇവിടെ ലിസ്റ്റ് ഓഫ് മെസ്സേജസ് എന്ന് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യം, അതായത് snapshot.data.docs ആണെന്നുള്ള ആ മെസ്സേജസ് ആ ലിസ്റ്റ് ആണെന്നുള്ളത് കൊടുത്തില്ല. അപ്പം മെസ്സേജസിൻ്റെ വാല്യൂ നള്ളായിരുന്നു. അപ്പം നള്ളായതുകൊണ്ട് ഇവിടെ വരുന്ന മെസ്സേജിൻ്റെ ലിസ്റ്റ് വ്യൂ ബിൽഡറിൻ്റെ ഐറ്റം കൗണ്ട് നള്ളാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ആ എറർ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം അത് കൂടാതെ ഞാൻ അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തു. അതായത് നമ്മുടെ മെസ്സേജസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യണ്ട. ഞങ്ങൾ നമ്മുടെ ടെംപ്ലേറ്റിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ കുറേ കാര്യങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഫ്ലട്ടർ മലയാളം കോഴ്സിലെ വീഡിയോസ് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ പ്രോജക്റ്റ് തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഗൂഗിൾ സൈനിനും കൂടെ വരുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം ഒരു കംപ്ലീറ്റ് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കത് ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഗിറ്റബിലൊക്കെ ഇതിട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ, ഫ്ലട്ടർ ഡെവലപ്പറായിട്ട് കയറാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി.